എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ മഹാലക്ഷ്മി മോഹിനിയും കൂടെ കണ്ണനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരുവാണ്. അങ്ങനെ കണ്ണം പറയുന്നുണ്ട്, വാ അമ്മ കേറി വാ, അമ്മയ്ക്ക് എന്താ ഒരു വിഷമം എന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല മോനെ. അയാളും അവരും എന്തേലും പറഞ്ഞോ? അതായത് അമ്മയും മോനും എന്തേലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല മോനെ. മോനെ എന്ന് കാണാൻ വേണ്ടി വന്നതാ. മോൻ തോമസ് വൈദ്യന്റെ അവിടെ ചികിത്സക്കൊക്കെ പോവില്ല. അതിന് മുമ്പ് അമ്മയൊന്ന് മോനെ കാണണമെന്ന് തോന്നി വന്നതാന്ന് പറയുക. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല എഴുന്നേറ്റ് നടക്കണമെന്നൊന്നും. അപ്പൊ മോഹിനി പറയുക, മോൻ എന്താളും എഴുന്നേറ്റ് നടക്കും, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താളും മോന് എന്റെ മോളുടെ കൈയും പിടിച്ച് ഈ വീൽ ചെയറിന്റെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കും എന്ന് പറയുക. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല അമ്മ, ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്ന് പറയുവാണ്. അപ്പൊ മോഹിനി ആണെങ്കിൽ അവിടെ ഇരുന്ന് പറയുവാണ്, മോനെ ഈ കല്യാണം വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മോളോട് പറഞ്ഞു ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ബെസ്റ്റ് തീരുമാനമായിരുന്നു. മോനെ പോലെ ഒരാളെ കിട്ടിയില്ലേ മോക്ക്. ഇനി മോൻ എഴുന്നേറ്റ് നടന്നില്ലേലും അമ്മയ്ക്ക് കുഴപ്പമില്ല. മോന്റെ ജീവിതകാലം ഫുള്ളും മോനും മോളും ഒന്നിച്ച് ജീവിച്ചാൽ മതി. മോനിനി എഴുന്നേറ്റ് നടന്നില്ലേലും കുഴപ്പമില്ല. അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായിരുന്നു, അമ്മ അങ്ങനെ സമ്മതിച്ചില്ലല്ലോന്നും. പക്ഷെ എത്തേണ്ടടുത്ത് തന്നെ അമ്മ വന്ന് എത്തിയേക്കുന്നത്. നിങ്ങളെ ഒന്നിപ്പിച്ചത് അയ്യപ്പസ്വാമിയാ മോനെ എന്നൊക്കെ പറയുവാണ് മോഹിനി. അങ്ങനെ പറയുന്നുണ്ട്, എടോ താൻ അമ്മയ്ക്ക് വിളിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, ഞാൻ ഓഫീസിൽ പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, കണ്ണേട്ടൻ പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞ അമ്മയ്ക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനെ മഹാലക്ഷ്മി കാറി കയറ്റി വിടുവാണ്. അപ്പം മോഹിനി പറയുവാണ്, ദുഷ്ടനാണ് നിന്റെ രണ്ടാനച്ഛൻ, അയാൾക്ക് സ്നേഹം അയാളുടെ അമ്മയോടും കരുണയോടും കൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയുവാണ്. എന്നിട്ട് പിന്നെ മുത്തശ്ശിയും പ്രതാപനും കൂടെ ആണെങ്കിൽ സംസാരിക്കുവാണ്. പ്രതാപൻ പറയുവാണ്, അവളെ കണ്ടില്ലല്ലോ, അവള് കമലേശ്വരത്തോട്ടാ പോയെന്ന് എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അവളെ കണ്ടില്ലല്ലോ എന്ന് പറയുവാണ്. അപ്പം മുത്തശ്ശി പറയുവാണ്, അവക്കിനി എന്തോ വേണം, റിച്ചായ മരുമകൻ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കോളാനാ പറഞ്ഞേക്കുന്നേ. അവൻ വലിയ ബംഗ്ലാവും കോടീപതിയല്ലേ, അവൻ വല്ല ബംഗ്ലാവൊക്കെ വെച്ചു കൊടുക്കും അവക്ക്, അതുകൊണ്ട് ഇപ്പൊ അവക്ക് എന്തോ പ്രശ്നം എന്ന് പറയുവാണ്. അപ്പോഴത്തേനും മോഹിനി നടന്നു വരുവാണ്. അപ്പൊ പറഞ്ഞു, വരുന്നുണ്ട് പറയുവാണ്. അപ്പൊ പറയുവാണ്, നീ എവിടെ പോയതാടി എന്ന് പറയും. ഞാൻ കമലേശ്വരത്ത് പോയതാ. നീ എന്തിനാ അവിടെ പോയെന്ന് പ്രതാപൻ ചോദിക്കുക. അപ്പൊ പറയുന്നുണ്ട്, എന്റെ രണ്ട് പെൺമക്കളെ കാണാൻ വേണ്ടി പോയതാന്ന്. നീ അങ്ങനെ പറയല്ലേ, നിനക്ക് നിന്റെ ഒരു മോളേ ഉള്ളൂ, നിനക്ക് എന്റെ മോളെ യാതൊരു താല്പര്യവും ഇല്ല, നീ വെറുതെ പറയുന്നതാ, നീ നിന്റെ മോളെ കാണാൻ വേണ്ടി എല്ലടി പോയെന്നൊക്കെ പറയുവാണേ. അപ്പം മോഹിനി പറയുവാണ്, എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കല്, ഞാൻ നല്ലത് തിരിച്ചു പറയുമെന്ന് പറയാം. അപ്പം മുത്തശ്ശി പറയുവാണ്, അവൻ പറഞ്ഞു കാണും, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാൻ പറഞ്ഞു കാണുമെന്ന് പറയുവാണ്. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ അല്ലേലും ഒരു ദുഷ്ടനാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നീ ഒരു മോക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നുള്ളൂ, എന്റെ മോക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന് കുറ്റം പറയുവാണ്. അപ്പൊ മോഹിനി പറയുവാണ്, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് നിങ്ങൾ തിരുവല്ല അമ്പലത്തിലേ നിങ്ങൾ ബലിയിടാൻ പോവല്ലോ, നിങ്ങൾ ബലിയിട്ടിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ ആളെ കൊല്ലുന്നവനാ. അതുകൊണ്ട് നിങ്ങൾ ബലിയിട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ബലി ഇടാതിരിക്കുക നല്ലത്. പിന്നെ നിങ്ങളെക്കുറിച്ച് കുറച്ച് കഥകളൊക്കെ ഞാൻ കേട്ടു, നിങ്ങൾ സ്പിരിറ്റ് ലോറി ഓടിച്ചതും തടഞ്ഞവരെ നിങ്ങൾ വണ്ടി കയറ്റിയതും ഇങ്ങനെയൊക്കെയുണ്ട്. അവരുടെ എല്ലാ ആത്മാക്കളൊക്കെ അലഞ്ഞിരുന്ന് നടപ്പുണ്ട്. അവരെയൊക്കെ തൃപ്തിപ്പെടുത്താതെ നിങ്ങൾ എന്ത് ബലിയിട്ടിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറയുക. അപ്പൊ പറയുവാണ്, അപ്പൊ കണ്ണന്റെ കാര്യം. അപ്പൊ മോഹിനി പറയുവാണ്, കണ്ണന്റെ കാര്യം ഓർത്താരും വിഷമിക്കേണ്ട, തോമസ് വൈദ്യൻ കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കോളും എന്ന് പറയുവാണ്. എന്റെ മോള കണ്ണന്റെ കൈയും പിടിച്ച് നടക്കുമെന്ന് പറയുവാണ്. അപ്പൊ മുത്തശ്ശി കളിയാക്കുവാണ്, അവള് അവന്റെ വീൽ ചെയറും പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാമെന്ന് പറയുവാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയി. എന്നിട്ട് ഉടനെ മുത്തശ്ശി ചോദിക്കുക, എന്തോടെ പ്രതാപം നിനക്ക് ഇത്ര പേടി? എന്റെ അമ്മ, ഇനി ഇവളെ മഹാലക്ഷ്മി ഒന്നും പറയാതിരിക്കുക നല്ലത്. ഒന്നാമത് 2-3 കേസുകളാ. ഒന്ന് മഹാലക്ഷ്മി ഇവിടും തട്ടിക്കൊണ്ട് പോയതും, ഒന്നാണെങ്കിൽ പിന്നെ നേരത്തെ കണ്ണന്റെ കാറിൽ ലോറി ഇടിപ്പിച്ചതും. കണ്ണൻ ഒരു വക്കീലാ, കറുത്ത കോട്ടിട്ട് ഇങ്ങോട്ട് വരും, വന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും പിടിച്ച് നിൽക്കത്തില്ല എന്ന് പറയുവാണ്. മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, മോളെ, അമ്മ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എന്തു വില കൊടുത്തും നമുക്ക് കണ്ണനെ നടത്തണം. ഇവിടെയുള്ള കള്ളക്കൂട്ടങ്ങളാണ്, അവിടെ ഉള്ളതും കള്ളക്കൂട്ടങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് കണ്ണനെ എങ്ങനെയെങ്കിലും നടത്തണം. ഇനി ഞാൻ ആടെ മുന്നിലും പഞ്ചപുച്ഛം അടച്ച് നിൽക്കത്തില്ല, തക്കതായ മറുപടി കൊടുക്കും, വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്യുമെന്ന് പറയുവാണ്. എന്നിട്ട് പിന്നെന്ന് പറഞ്ഞാല് നമ്മുടെ കരുണയാണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ ജ്യൂസ് അടിക്കുവാണ്. ഈ മോഹിനിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ മഹാലക്ഷ്മി ജ്യൂസ് അടിക്കുവാണ്. എന്നിട്ട് ജ്യൂസ് അടിക്കുമ്പോഴത്തേനും ഈ ജ്യൂസ് അവിടെ വെച്ചിട്ട് പോകും ബാക്കി.
അപ്പോഴത്തേനും കരുണ വന്ന് എടുത്ത് കുടിക്കാൻ നോക്കും. അപ്പം ദുർഗ ഓടി വരും, മോളെ 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 എടുത്ത് കുടിക്കല്ലേ മോളെ, അത് പൈനാപ്പിൾ ജ്യൂസാ, ഗർഭം അലസി പോകുന്നു പറയുവാണ്. അപ്പോഴത്തേനും കരുണ ഇത് ആരാ ഇവിടെ വെച്ചതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, ഞാനാ ഇവിടെ വെച്ചത്, ഞാനാ ഇവിടെ വെച്ചത്, കണ്ണേട്ടന് കൊടുക്കാൻ വേണ്ടി വെച്ചതാന്ന് പറയുക. അപ്പൊ നീ മനഃപൂർവ്വം, നിനക്ക് അസൂയയാണ് ഞാൻ പ്രസവിക്കുന്നതിനോട് കൂടി, എനിക്ക് കുഞ്ഞുണ്ടാവും നിനക്ക് കാണാൻ വയ്യ, അതിനു വേണ്ടിയില്ലേ നീ ഈ പണി കാണിച്ചതെന്നും പറഞ്ഞ കരുണയാണെങ്കിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുക. എന്നിട്ട് അപ്പോഴത്തേനും ഉണ്ണി വന്നിട്ട് പറയുവാണ്, നിങ്ങൾ എന്തൊരു സ്ത്രീയോ, ഒന്നുമില്ലല്ലോ, ഇവക്ക് ഇത്തിരി പക്വത കുറവല്ലേ, നിങ്ങൾക്ക് അങ്ങനെയല്ലോ, പക്വതയുള്ളതല്ലേ, നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടി കാണിക്കാതെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റി എന്തോ ചെയ്യുമെന്നൊക്കെ ഉണ്ണിയും പറയുവാണ്. അപ്പോഴത്തേനും മഹാലക്ഷ്മിയുടെ ഇത് പോയി. മഹാലക്ഷ്മി നീ എന്തോ ആടാ പറയുന്നത്, നീ നീ ആദ്യം നിന്റെ ഭാര്യയെ മര്യാദയ്ക്ക് നിർത്ത്, അതായത് പക്വതയില്ലാത്ത ഭാര്യയെ പക്വതയുള്ളതാക്കി എടുക്കേണ്ടത് നിന്റെ കടമ കൂടിയാണ്, അല്ലാതെ എന്റെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി വരല്ലേ. അപ്പൊ ഉണ്ണി പറയാം, നിങ്ങൾക്ക് കണ്ണേട്ടന്റെ ഭാര്യ എന്ന് പറയുന്ന അധികാരമൊക്കെ ഇവിടെ ഉണ്ട്, അതൊന്നും നിങ്ങൾ എന്റെ അടുത്ത് എടുക്കണ്ട, ഇവൾ ഇത് കുടിക്കുമായിരുന്നെങ്കിൽ എന്ത് ചെയ്തരെന്ന്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഭാര്യയും അമ്മയാവണ്ട ഇവളും ഒരു ഭാര്യയൊക്കെയാ, ഇവക്ക് പക്വത കുറവുണ്ടെങ്കിൽ നീ അത് സംസാരിച്ചിട്ട് അത് ഇതെടുക്കണം, അല്ലാതെ മറ്റുള്ളവരെ ഇത് വീടില്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഉടനെ പിന്നെയും കരുണ പറയുവാണ്, നിനക്കല്ലെങ്കിലും അസൂയയാണ് എന്റെ കാര്യത്തില്, നിനക്ക് എന്റെ കുഞ്ഞുണ്ടാവുന്ന കാണാൻ വയ്യ, അതുകൊണ്ടാണ് നീ ഇപ്പൊ എനിക്ക് ജ്യൂസ് കലക്കുന്നത്. അപ്പൊ അവസാനം ഈ വിവരമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, മഹാലക്ഷ്മി സോറി, ഇനി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബാക്കി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കാന്നും പറഞ്ഞ് മഹാലക്ഷ്മി അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പൊ ഉണ്ണി പറയുവാണ്, ഇനി ഞാൻ കേട്ടോണ്ട് നിൽക്കത്തില്ല, കേട്ടോണ്ട് വന്നിട്ട് യാതൊരു കാര്യവുമില്ല, തക്കതായ മറുപടി കൊടുത്താലേ കാര്യമുള്ളെന്ന് ഉണ്ണി പറയുവാണ്. ഈ സംഭവം കാരണം അപ്പ തന്നെ മുത്തശ്ശനെയും പ്രതാപനെയും വിളിച്ചു പറഞ്ഞു, മുത്തശ്ശി അപ്പൊ പ്രതാപനെ അളക്കുവാണ്, എടാ പ്രതാപ, നീ ഇത്രയും കേട്ടിട്ട് മര്യാദയ്ക്ക് ഇരിക്കുവാണല്ലോ എന്ന് പറയുക. പക്ഷെ പ്രതാപന് മതിയായി. പ്രതാപൻ മുത്തശ്ശിയോട് പറയുവാണ്, എന്റെ അമ്മ അവക്കൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മ, ആ കണ്ണനും വക്കീല് കറുത്ത കൂട്ടിട്ടുണ്ട് വരും അമ്മേ, ഒന്ന് തന്നെ 2-3 കേസ് എന്റെ പേരിലാണ്, അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ താല്പര്യമില്ല അമ്മേ, ഇവരെ ഒന്നും വെറുപ്പിക്കാതെ മുന്നോട്ട് പോയാൽ താല്പര്യമുള്ളെന്ന് പറയുവാണ്. ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുവാണ്. പ്രതാപൻ ആകപ്പാടെ പേടിച്ചു പോയി. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്